പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും നല്ല സുഭിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം മൃഗങ്ങളും ജന്തുക്കളും പക്ഷികളും പ്രാണികളും ഉണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പൂച്ച സഹോദരൻ. കാരണം ഞാൻ സഹോദരൻ എന്ന് പറയാൻ കാരണം നമ്മുടെ അധിക ആളുകളുടെ വീടിന്റെയും ചുറ്റുഭാഗത്തും ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്ന ഒരു മൃഗമാണ് പൂച്ച. എന്നാൽ പലരും അതിനെ നല്ല രൂപത്തിൽ സൽക്കരിച്ചുകൊണ്ട് അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാറുണ്ട്. വീടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നത് പോലെ അതിനും ഭക്ഷണം ഇട്ടുകൊടുത്ത് അതിനെ സന്തോഷിപ്പിക്കാറുണ്ട്. എന്നാൽ കുറച്ചാളുകൾ പൂച്ചയെ കാണുമ്പോഴേക്കും അതിനെ കല്ലെടുത്ത് എറിയുക, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണം നിഷേധിച്ച് അതിനെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള പല കോപ്രായങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഒരു സ്ത്രീ പൂച്ചയുടെ കാരണം കൊണ്ട് നരകാവകാശിയായിട്ടുണ്ട്. ആ സ്ത്രീ എന്താ ചെയ്തിരുന്നത്? ഒരു പൂച്ചയെ തടഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണമെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനിങ്ങനെ ഉപദ്രവിക്കലാണ് ആ സ്ത്രീയുടെ പണി. അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കിട്ടണമെന്നില്ല. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ അതിന് മറ്റു ഭാഗങ്ങളിലേക്ക് അതിന് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും നൽകുകയാണെങ്കിൽ അതിന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ അതിനെ വീട്ടിൽ വെച്ച് ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണം നിഷേധിച്ച് അതിനെ ഉപദ്രവിക്കുന്ന ഒരു സിസ്റ്റം. ആ കാരണം കൊണ്ട് ആ സ്ത്രീ നരകാവകാശിയായി തീർന്നു. ഈ ഹദീത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ അങ്ങനെയാണോ? പൂച്ചയെ ഉപദ്രവിക്കാറുണ്ടോ? അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? നമ്മൾ സ്വയം വിചിന്തനം ചെയ്യുക. നമ്മളെങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പറഞ്ഞു നോക്കുക. എന്നിട്ട് നമ്മൾ ജീവികളെ നല്ല രൂപത്തിൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.